നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇവിടെ വിശ്വാസിയിലുള്ള 2 മനുഷ്യനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ. പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. ഒന്നാമത്തേത് ദൃശ്യമായതും രണ്ടാമത്തേത് അദൃശ്യമായതുമാണ്. പുറമേയുള്ള മനുഷ്യൻ നമ്മുടെ ജഡമനുഷ്യനാണ്. അകമേയുള്ളത് നമ്മുടെ ആത്മമനുഷ്യൻ. പുറമേയുള്ള മനുഷ്യൻ താൽക്കാലികമാണ്, അത് മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അകമേയുള്ളത് നിത്യമാണ്. മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ചനന്തരം അവൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദൈവം ഊതിയ ആ ശ്വാസമാണ്, അതാണ് അകമേയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അകമേയുള്ളത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. പുറമേയുള്ളത് ഉരിഞ്ഞു കളയേണ്ടതാണ്, അത് മർത്യമായതാണ്, മരണത്തിന് കീഴ്പ്പെടുന്നതാണ്. എന്നാൽ അകത്തെ മനുഷ്യൻ മർത്യമായതല്ല, മറിച്ച് അനശ്വരമായതാണ്. പുറമേയുള്ള മനുഷ്യൻ കാഴ്ചയാൽ ജീവിക്കുന്നു, അകമേയുള്ള മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. പുറത്തെ മനുഷ്യൻ കാഴ്ചയാൽ നടക്കുന്നു എങ്കിലും പലതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. മരുഭൂമിയിലായിരുന്നതായ ഹാഗാർ നീരുറവിൻ്റെ അരികിൽ ഇരുന്നാണ് നിലവിളിക്കുന്നത്. എന്നാൽ ദൈവം അവളുടെ കണ്ണു തുറന്നപ്പോഴാണ് അവൾക്ക് നീരുറവ കാണുവാനായിട്ട് കഴിഞ്ഞത്. അകങ്കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം ഒരുക്കിയത് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. കാഴ്ചയാൽ ജീവിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയത് കാണുവാൻ കഴിയില്ല, മറിച്ച് വിശ്വാസത്താൽ ജീവിക്കുവാനിടയാകണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട് ഇടയാകണം. വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ കാണാത്തതിനെ നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. കാരണം വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ അകങ്കണ്ണുകൾ തുറക്കപ്പെടണം. അകങ്കണ്ണുകൾ തുറന്നിരിക്കുന്ന വ്യക്തികൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട് ഇടയാകും. ഏലിശായുടെ ബാല്യക്കാരന് അവർക്ക് ചുറ്റുമുള്ള സംരക്ഷണം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ബാല്യക്കാരൻ ഏലിശയോട് നിലവിളിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറക്കുവാനായി പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. ഏലിശായ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അതിൻ്റെ കാരണം എന്താ? അകങ്കണ്ണ് തുറന്നപ്പോഴാണ് ദൈവിക സംരക്ഷണം കാണുവാനായിട്ടിടയായത്. പ്രിയപ്പെട്ടവരെ, ദൈവികമായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ കണ്ണുകൾ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കണം. ഹൃദയക്കണ്ണുകൾ തുറന്നിരിക്കുന്നവർ മുൻപിലുള്ളത് മാത്രമല്ല, അവരുടെ പിൻപിലുള്ളതും അവരുടെ കണ്ണിന് മുൻപിൽ മറഞ്ഞു കിടക്കുന്നതുമായ പല കാര്യങ്ങൾ കണ്ടവർ യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകും. നമ്മളുടെ വിരുതുകൾ തെറ്റിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ അകങ്കണ്ണുകൾ തുറന്നിരിക്കുവാനിടയാകണം. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ പോകുവീൻ എന്നുള്ള ഇമ്പശബ്ദം പിൻപിൽ കേൾക്കും എന്ന് നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അകങ്കണ്ണുകൾ തുറന്നിരുന്നാൽ ആ കണ്ണ്, അകമേയുള്ള മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാകും. അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണമെങ്കിൽ ഒന്ന് ആത്മാവിൽ ശക്തിപ്പെടണം. രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. രഹസ്യ ജീവിതത്തിൽ വചനധ്യാനമുണ്ടായിരിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ് നാം തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അകമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ പുറമേയുള്ള മനുഷ്യനെ വിശുദ്ധിക്കായി സമർപ്പിക്കുവാനിടയാകണം. അതായത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അനുദിനം നമ്മൾ സമർപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടെ ബലപ്പെടുകയുള്ളൂ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീനെന്നാണ് വായിക്കുന്നത്.
അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ പ്രത്യേകത ഉയരത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ക്രിസ്തു തുല്യമായ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കും. പുറമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നമ്മൾ ലൗകികരായി മാറും. നമ്മളിൽ കർത്തൃത്വം നടത്തുന്നത് ആത്മാവായിരിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവമേ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെട്ട് പ്രലോഭനങ്ങളെ നേരിടുമ്പോൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകാതെ വണ്ണം ക്രിസ്തു കാണിച്ച പാന്താവിലൂടെ മുന്നേറുവാൻ കഴിയണമെങ്കിൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ഇന്ന് രാവിലെ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.